സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോഴും ആണവ വിഷയത്തിൽ ചർച്ച തുടരും എന്ന് അമേരിക്കയും ഇറാനും. ഇറാന്റെ ഒരു ഡ്രോൺ വെടിവെച്ചുവെന്ന് അമേരിക്ക ഇന്നലെ അറിയിച്ചിരുന്നു. തങ്ങളുടെ എണ്ണ ടാങ്കറിന് നേർക്ക് ഇറാൻ സേന ഭീഷണി ഉയർത്തിയെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. നീതിയുക്തവും തുല്യതയുള്ളതുമായ ചർച്ചയാണ് നടക്കേണ്ടതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. എന്നാൽ ഇറാനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും ചർച്ച വിജയിക്കില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. MC നാസർ വീറുമായി ചേരുന്നു. നാസർ, ഏത് വിഷയത്തിലാണ് ചർച്ചയുണ്ടാവുക? പ്രധാനമായിട്ടും ആണവ വിഷയത്തിൽ മാത്രമായിരിക്കും ചർച്ച. മറ്റേ ഒരു വിഷയവും ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തരുത് എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ച നേരത്തെ തീരുമാനിച്ചത് ഇസ്തംബൂൾ ആയിരുന്നു. പക്ഷേ ചർച്ച ഒമാനിലെ മസ്കത്തിലേക്ക് മാറ്റണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഏറെക്കുറെ ഇത് അംഗീകരിക്കാമെന്ന് അമേരിക്ക തീരുമാനിച്ചതായിട്ടാണ് ഇപ്പോൾ US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമായിരിക്കും ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇത് തടസ്സം സൃഷ്ടിക്കാനും ഈ ചർച്ചയിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാനും ഇസ്രായേൽ കൊണ്ടുപിടിച്ച നീക്കങ്ങളാണ് തുടരുന്നത്. ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേലിലാണ് ഉള്ളത്. ഇന്നലെ 3 മണിക്കൂർ നേരം നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായും സൈനിക മേധാവികളുമായും വിറ്റ്കോഫ് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ വലിയ സമ്മർദ്ദമുണ്ട്. അതിനെ അതിജീവിച്ചും ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഹോർമുസ് കടലിടുക്കിൽ ഇന്നലെ ഒരു ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ എണ്ണ ടാങ്കറിന് നേരെ ഇറാൻ ബോട്ടുകൾ വലിയ ഭീഷണി സൃഷ്ടിച്ചതായിട്ടും അമേരിക്ക ആരോപിച്ചിരുന്നു. ഈ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ചർച്ചയിൽ ഒരു മാറ്റവുമില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്കയും ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ജെയിംസ്. ശരി.